സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നും നമ്മുടെ കയ്യിലല്ല. അതുകൊണ്ട് എനിക്കത് പൂർണ്ണമായിട്ട് നമുക്കും പലപ്പോഴും പല കാര്യങ്ങളൊന്നും അങ്ങനെ കടുപ്പിച്ച് തീരുമാനിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്, നാളെ അവിടെ ഉണ്ടാവുമെന്ന് അറിയാൻ പറ്റില്ല. ഈ നിമിഷം ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്തുമെന്നുള്ള ഉറപ്പില്ലാത്ത അത്ര നിസ്സഹായകരാണ് മനുഷ്യർ. അതിനൊക്കെയുള്ള അവസരം നമുക്ക് തന്നിട്ടുള്ളൂ. സത്യം. നമ്മളൊരു പവറിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നേരം വെളുത്തു എന്ന് പറയാം. ബാക്കി ഒന്നും നമ്മുടെ കൺട്രോളിൽ. എത്ര അർത്ഥവത്തായ വാക്കുകളാണല്ലേ. ശരിയാണ് അദ്ദേഹം പറഞ്ഞത്, നാളെ നേരം വെളുത്താൽ വെളുത്തു എന്ന് പറയാം. അത്രമാത്രം. ലോകത്ത് എല്ലാ വസ്തുക്കൾക്കും, നമുക്ക് ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങൾക്കും ഗ്യാരണ്ടി ഉണ്ട്. പക്ഷെ ലോകത്ത് ഗ്യാരണ്ടി ഇല്ലാത്ത ഒരേ ഒരു വസ്തു മാത്രമേ ഉള്ളൂ, അത് മനുഷ്യനാണ്. നമുക്കും ഇത്തരം അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും നമ്മുടെ ജീവിതത്തിൽ. നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ ഉപ്പ ഉമ്മ സഹോദരങ്ങൾ പലരും നമ്മിൽ നിന്ന് പെട്ടെന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട് അല്ലേ. പക്ഷേ എനിക്ക് എന്നോടും നിങ്ങളോടും ചോദിക്കാനുള്ളത്, എന്നിട്ടും എന്തേ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരാത്തത്? എന്തേ നമുക്ക് നന്നാവാൻ കഴിയാത്തത്? എന്തേ നമുക്കെല്ലാം നൽകിയ, നമുക്കെല്ലാ അനുഗ്രഹങ്ങളും നൽകിയ നമ്മുടെ റബ്ബിന് വേണ്ടിയിട്ടൊന്ന് ശുക്ർ ചെയ്യാൻ നമുക്ക് കഴിയാത്തത്? ഒന്ന് കുമ്പിടാൻ നമുക്ക് പറ്റാത്തത്? പരിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞതുപോലെ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ നന്നാക്കി തരട്ടെ.